വർഷങ്ങൾക്ക് മുൻപ് കലോത്സവ വേദിയിലെ നിറഞ്ഞ സാന്നിധ്യമായ താരം. ആ താരം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെത്തി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന്. മറ്റാരുമല്ല, മഞ്ജു വാര്യർ തന്നെയാണ്. മഞ്ജു വാര്യരുടെ പ്രകടനം നിങ്ങൾ അഭ്രപാളികളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ കലോത്സവ വേദികളിലെ മഞ്ജു വാര്യരുടെ പ്രകടനം നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടാവും? മഞ്ജു വാര്യരുടെ പ്രകടനത്തിലേക്ക്, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ പ്രകടനത്തിലേക്ക്. ചിലങ്ക കൊണ്ട് കലോത്സവ വേദി കീഴടക്കിയായിരുന്നു 1992-ലും 95-ലും മഞ്ജു വാര്യർ കലാതിലക പട്ടം നേടിയത്. തൊണ്ണൂറ്റിയഞ്ചിൽ കണ്ണൂരിൽ നടന്ന കലോത്സവത്തിൽ ചൊവ്വ ഗവൺമെന്റ് ഹൈസ്കൂളിനെ പ്രതിനിധീകരിച്ചെത്തിയ മഞ്ജുവിന് നാടോടി നൃത്തത്തിലും ഭരതനാട്യത്തിലും കുച്ചുപ്പുടിയിലും എ ഗ്രേഡോടെ 1ാം സ്ഥാനം. കലോത്സവ വേദികളിലെ പ്രകടനം തൊട്ടടുത്ത വർഷം മഞ്ജുവിനെ വെള്ളിത്തിരയിൽ എത്തിച്ചു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മഞ്ജു ആദ്യമായി കലോത്സവത്തിന് ചിലങ്ക കെട്ടുന്നത്. പിന്നെ തുടർച്ചയായി 5 വർഷങ്ങൾ ആ ചിലങ്ക കിലുക്കം മുഴങ്ങാതെ കലോത്സവത്തിന് തിരശ്ശീല വീണിട്ടില്ല. കലയുടെ പൂരം വീണ്ടും മഞ്ജുവിന്റെ നാട്ടിലെത്തുമ്പോൾ ആ ചിലമ്പൊലി മലയാളിയുടെ മനസ്സിൽ മായാതുണ്ട്. ബിജി തോമസ്, മനോരമ ന്യൂസ്, തൃശൂർ. ഇപ്പോൾ സാക്ഷാൽ മഞ്ജു വാര്യർ ടെലിഫോൺ ലൈനിൽ നമ്മളോട് കൂടെ ചേരുന്നു. ഗുഡ് ഈവനിങ് മഞ്ജു വാര്യർ. ഇവിടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കാം. തൃശ്ശൂരിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? മിസ് ചെയ്യുന്നത് ഈ യുവജനോത്സവത്തിന്റെ ഓർമ്മകൾ തന്നെയാണ്. ഹലോ, 8 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാടായ മഞ്ജു കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 8 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാടായ തൃശൂർ ജില്ലയിൽ വീണ്ടും ഒരു കലോത്സവം കൂടി നടക്കുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ മനസ്സിൽ? മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോ ഈ തൃശ്ശൂർ എന്നുള്ളത് മാത്രമല്ല, എല്ലാ വർഷവും ടി വിയിൽ ഇതൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരാറുണ്ട് മനസ്സിലേക്ക്. ഏതായാലും 4 വർഷം ഒരുപക്ഷെ മലയാളി കലോത്സവത്തിന്റെ സംഭാവനകളായി ഏറ്റവും പ്രധാനമായി കാണുന്നത് 2ാം കലോത്സവത്തിലെ യേശുദാസിനെയും ജയന്തിനെയും, അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെയും ആയിരിക്കും. ആ കലോത്സവത്തിന്റെ അന്നത്തെ അനുഭവങ്ങളിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ ധന്യം എന്ന് തോന്നുന്നത് എന്താണ്? ശരിയാണ്, 4 വർഷമാണ് മത്സരിച്ചത്. അതില് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് മത്സരിക്കാൻ പറ്റാതെ ഇരുന്നത്. ബാക്കിയുള്ള 4 വർഷങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഓർമ്മകൾ തന്നെയാണ്. പ്രത്യേകിച്ച് 92-ല് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പിന്നെ 95-ല് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുമാണ് കലാതിലക പട്ടം ലഭിച്ചത്. അപ്പൊ അതൊക്കെ നല്ല ഓർമ്മകളാണ്. ഒരു സംശയം കൂടി, കാരണം ഇന്ന് മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ മലയാളിക്കൊരു മുഖം. 35ാം കലോത്സവത്തിൽ താങ്കൾ നൃത്തം ചെയ്യുമ്പോഴുള്ള സൗന്ദര്യം ഞാൻ ഇന്നത് കണ്ടു. അസൂയ തോന്നുന്നോ വർഷങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളുടെ തന്നെ സ്വന്തം സൗന്ദര്യത്തോട്? അയ്യോ, സത്യം പറഞ്ഞ എനിക്ക് ചമ്മലാ തോന്നുന്നത്. ഒരുപാട് വർഷം ഞാൻ 10ന് പഠിക്കുമ്പോഴുള്ള വിഷ്വൽസ് ആണത്. അത് ഇപ്പൊ കാണുമ്പോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തോന്നുന്നുണ്ട്. ഒപ്പം ഭയങ്കര ഒരു ചമ്മലും ഉണ്ട്. മഞ്ജു, കലോത്സവ വേദികളിലൊട്ടും ഒരു പേടിയില്ലാതെയുള്ള ആ ഒരു നൃത്ത പ്രകടനം, മറ്റു പ്രകടനങ്ങളാണെങ്കിലും ഇത് എത്രത്തോളം സിനിമാ ജീവിതത്തെയും തുടർന്നുള്ള ജീവിതത്തിലും സഹായകരമായിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഈ സഭാകമ്പം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോം ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. നന്നായി ചെയ്യാൻ പറ്റുന്നത് ദൈവാനുഗ്രഹം എന്നല്ലാതെ വേറൊന്നും എന്റെ കഴിവെന്നൊന്നും എനിക്ക് പറയാനില്ല. അതില് സ്റ്റേജിലാണെങ്കിലും എന്റെ ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹവും വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളി നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത്, നിങ്ങളുടെ ചിരി കേൾക്കുന്നത്.
എല്ലാം തന്നെ കേൾക്കുന്നത്. ഏതായാലും വരാൻ പോകുന്ന പ്രതിഭകൾ ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വേദികളിലൊക്കെ. അവരുടെയൊക്കെ വലിയ സ്വപ്നം മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരാളാണ്. കവിമാധവനുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ആത്യന്തികമായി മഞ്ജു വാര്യർ എന്ന് പറയുന്ന വലിയ ആർട്ടിസ്റ്റിനെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് കൊച്ചു കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരോടും നല്ല ആശംസകൾ തന്നെ പറയാനുള്ളൂ. പിന്നെ ഈ മത്സരം എന്നുള്ളത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോവാതെ ഈ ഇപ്പോഴൊക്കെ കാണുന്ന ഒരു പ്രവണത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പത്രങ്ങളിലും അല്ലാണ്ട് ടിവിയിലും ഒക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ മത്സരത്തിന്റെ ഗൗരവം കൂടിയിട്ട് ഈ കുട്ടികൾ തമ്മിലും പേരൻസ് തമ്മിലും ടീച്ചേഴ്സ് തമ്മിലും പിന്നെ അവസാനം ജഡ്ജസിനെ വരെ അങ്ങനെ കയ്യേറ്റം ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു നല്ലതല്ലാത്ത പ്രവണത ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ മത്സരിച്ചിരുന്ന സമയത്ത് എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ വീണ്ടും കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതാണ് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത്. മത്സരം കല എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ദൈവീക ഭാവങ്ങളെ നമ്മൾ തന്നെ പരിപോഷിക്കുന്നതാണ്. നൃത്യം അതിൽ ഏറ്റവും ശ്രേഷ്ഠം. ഇവിടെ നാട്യരാജന്റെ മണ്ണിലാണ് ഇപ്പോൾ ഈ മത്സരങ്ങൾ നടക്കുന്നത്. ഒരു നർത്തകിക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്താണ് ശ്രീ മഞ്ജു വാര്യർ? ഒരു ഗുണം മാത്രമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കോൺസെൻട്രേഷൻ വേണം, പിന്നെ പ്രാക്ടീസ് വേണം, ഡെഡിക്കേഷൻ വേണം, ഓർമ്മശക്തി, അതൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം തികഞ്ഞിട്ട് വേണം. അല്ലാണ്ട് ഒരു ഗുണം ഉള്ളത് കൊണ്ട് മാത്രം ഒരു നല്ല നർത്തകിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കും ഒപ്പം മനോരമ ന്യൂസിന്റെ പ്രേക്ഷകർക്കും കഴിഞ്ഞ ദിവസം ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നർത്തകിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി മകൾക്ക് മുമ്പിൽ ഒരു CD കൊണ്ടുവരേണ്ടി വന്നു എന്ന്. എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. മഞ്ജുവാരുടെ വാക്ക് എന്ന് തന്നെ കേട്ട് കഴിഞ്ഞാൽ രസമായിരുന്നു. പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മോളി അടുത്ത കാലം വരെ വിചാരിച്ചിരുന്നത് എനിക്ക് ഡാൻസ് അറിയില്ല, അച്ഛനാണ് നല്ല ഡാൻസർ, അമ്മയ്ക്ക് ഡാൻസ് ഒന്നും അറിയില്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു മോള് ഇത്രയും വർഷം ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്താണ് അവളുടെ ധാരണയൊന്നും മാറിയിരിക്കുന്നത്. എന്നാലും അവൾ ഇപ്പോഴും സമ്മതിച്ചു തന്നിട്ടില്ല. അച്ഛൻ തന്നെയാണ് അമ്മയെക്കാട്ടിലും നല്ല ഡാൻസർ എന്നാണ് അവള് വാദിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മലയാളികൾ ആഗ്രഹിക്കുന്നു, നാളെ മോള് അച്ഛനേക്കാളും അമ്മയെക്കാളും നല്ല ഡാൻസറായി മാറട്ടെ എന്ന്. എന്താ, അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവുന്നതിൽ വളരെ സന്തോഷമുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ അതിന്. വളരെ നന്ദി. വളരെ